मेघादेवी दुषमाणान आगात् विश्वाची भद्रा सुमनस्यमाना त्वया दुष्टानुतमाना दुरुक्तान् बृहत्वदेव विदते सुवीराः त्वया दुष्टर्षिर्भवति देवि त्वया ब्रह्मा ततश्रीरुगत्वया त्वया दुष्टश्चित्रं विन्दते वसुसानो दुषस्वद्रविणो लभेते मेघामयिन्द्रो ददातु मेधां देवी सरस्वती मेधां मे अश्विना उपावादत्तां पुष्करस्रजा अप्सरासु जया मेधा गन्धर्वेषु चयन्मनः दैवी मेधा सरस्वती सामा मेधा सुरभिर्जुषतागं स्वाहा आमा मेधा सुरभिर्विश्वरूपा हिरण्यवर्णा जगती जगम्या ऊर्ध्वस्वती पयसा बिन्दमाना सामा मेधा सुप्रतीका दुषन्तां मयि मेधां मयि प्रजां मयि अग्निस्तेजो ददातु मयि मेधां मयि प्रजां मयि इन्द्र इन्द्रियं ददातु मयि मेधां मयि प्रजां मयि सूर्यो राजो ददातु ॐ शान्ति शान्ति शान्तिः ॐ शान्ति शान्ति शान्तिः ॐ श्री गुरुभ्यो नमः हरिः ओम् സ്നേഹാലോകസുമോഹനവദനാം കരുണാദ്രാനത നയനാം രമ്യാം ശ്രിതജനപാലന വ്യഗ്രാം സൗമ്യാം അമൃതാനന്ദമയീം പ്രണമാമി. ഓം നമഃ ശിവായ. സംഭവിച്ച അമൃതവനം ഭാരതി മഹാരാജ് എറണാകുളത്തപ്പൻ്റെ ദിവ്യ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയ ഭക്തജനങ്ങൾ, ഇത് സംഘടിപ്പിച്ച എറണാകുളം കരയോഗത്തിലെ അംഗങ്ങൾ എല്ലാവരെയും പ്രണമിക്കുന്നു. ഭാരതം കൃഷീശ്വരന്മാരുടെ നാടാണ്. ഭാരതം എന്ന് തന്നെ പറയുമ്പോൾ ഭാഷയിൽ രമിക്കുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം, അറിവിൽ ആനന്ദം തേടിയവർ ഒരുമിച്ച് പാർക്കുന്ന സ്ഥലം, അറിവിലാണ് ആനന്ദമെന്ന് മനസ്സിലാക്കി അറിവ് നേടാൻ ശ്രമിച്ചവർ അവസാനം ഒന്നും അറിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന അനുഭവം, ആ അറിവില്ലായ്മയിൽ ഉണ്ടാകുന്ന അനുഭൂതിയുടെ അറിവ്, അത് നേടിയ നമ്മുടെ ഋഷിമാരുടെ സംഭാവന, അതാണ് ഇന്നത്തെ ഗുരുപരമ്പര. നമുക്ക് ഇപ്പോൾ വിഷുക്കാലമാണ്. സൂര്യഭഗവാൻ മേടൻ രാശിയിൽ ജ്വലിച്ചു നിൽക്കുന്നു. ഏറ്റവും അധികം ശക്തിയും ചൈതന്യവും പകർന്നുകൊണ്ട് സൂര്യൻ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റൊരു ആത്മീയ തേജസ്സിൽ കൂടി ഈ കേരളത്തിലൂടെ സഞ്ചരിക്കുന്നു. ഉണർവും ആവേശവും സമൃദ്ധിയും ചൈതന്യമൊക്കെ പകരുവാൻ സംഭവിച്ച സാഹചര്യം. അങ്ങനെയുള്ള ഈ സമയത്ത് പുണ്യാത്മാക്കൾക്കൊക്കെ ഒത്തുകൂടാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, എവിടെയൊക്കെ ധർമ്മം ക്ഷയിക്കുന്നുവോ അവിടെയൊക്കെ ആധ്യാത്മിക പ്രതിഭാസങ്ങൾ ഉണർന്നു വരുന്നു. അദ്ദേഹം കേരളത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് സഞ്ചരിച്ചു. അമ്മയുടെ സന്നിധിയിലും എത്തിയിരുന്നു. അമ്മയുമായി ഏറെ നേരം സംസാരിച്ചു. ഏതായാലും
എൻ്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ചിന്താഗതികൾക്ക് സമാനമായ ചിന്താഗതി ഉണ്ടായിരുന്ന ഒരാളാണ്. അതിലൂടെ ഉണ്ടാകുന്ന മാറ്റം അമ്മ പറയാറുണ്ട്. യുക്തിചിന്തയിലൂടെ എല്ലാം അറിയാം എന്ന് കരുതുന്ന ഒരാൾ അവസാനം വേദാന്തം, അറിവിന്റെ അന്ത്യം അനുഭവിക്കുന്നു. ഒന്നും അറിയില്ല എന്ന ഭാവം. അമ്മയോട് പലപ്പോഴും പത്രപ്രവർത്തകർ ചോദിക്കാറുണ്ട്, അമ്മയ്ക്ക് എങ്ങനെയല്ല എന്ത് ചോദിച്ചാലും ചിന്തിക്കാതെ ഉത്തരം പറയാൻ സാധിക്കുന്നു? അപ്പൊ അമ്മ പറഞ്ഞു, അത് സാധിക്കും മോനെ, കാരണം എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയാതായാൽ എല്ലാം അറിയാൻ സാധിക്കും. പ്രപഞ്ച ശക്തിയുമായി നമ്മളെ അത് ബന്ധിപ്പിക്കുന്നു. അമ്മ അനേകം മണിക്കൂറുകൾ ദർശനം കൊടുത്ത് 16, 20, 24 മണിക്കൂറൊക്കെ ദർശനം കൊടുത്താലും ക്ഷീണിക്കാതെ തുടരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ക്ഷീണം തോന്നുകയില്ലേ? അപ്പോൾ പറഞ്ഞത്, ഞാൻ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന യന്ത്രമല്ല, പവർ ഹൗസുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രപഞ്ചശക്തിയുമായി നമ്മെ ഒന്നാക്കുന്നത് അഹങ്കാരത്തിന്റെ ഭാരം ഇല്ലാതാകുമ്പോഴാണ്. ഇവിടെ എളിമയുടെ പ്രതീകമായ ഒരു സ്വാമിജി എവിടെ ഇരിക്കുന്നു. ഇവിടെ നമുക്ക് സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കാനാണ് ഞാനും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്വാമിജിയെ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് സ്വാമിയുടെ സമയമെടുക്കാതെ ഞാനും ഇവിടെ കേൾക്കാനായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ എത്തിയ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം, എറണാകുളത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വേദിയിലെ സംപൂജ്യ ഗുരുനാഥൻ സ്വാമിജിക്കും ഈ ധന്യവേളയിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സജ്ജനങ്ങൾക്കും ഓ നമോ നാരായണപൂർവകമായ നമസ്കാരം. സ്വാഗതപ്രസംഗത്തിൽ വേണിജി സൂചിപ്പിച്ചതുപോലെ ദീർഘകാലത്ത് ബന്ധമുള്ള ഒരു കേന്ദ്രവും ഹോളുമാണ് അത്. ഇവിടെ എറണാകുളവുമായി ബന്ധപ്പെട്ട് തുടങ്ങുമ്പോഴാണ് ആധ്യാത്മികമായിട്ടുള്ളൊരു ധാരയിലേക്ക് നമ്മുടെ ചിന്തയൊക്കെ തിരിയുന്നത്. പിന്നെ പല പല യാത്രകളും അന്വേഷണങ്ങളും ഒക്കെ നടക്കുന്നതിനിടയ്ക്കും നിരന്തരം ഒരു ഫോൺ കോളിലൂടെയെങ്കിലുമൊക്കെ പരസ്പരം ഇവിടുത്തെ പരിപാടികൾ നമ്മളെയും നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വേണുജിയും ഒക്കെ ഇങ്ങനെ അറിയിക്കാറുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കേന്ദ്രമുണ്ട്, ഇവിടെ ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട് എന്നുള്ളത് ഏത് വഴി പോകുമ്പോഴും കേരളത്തിലെ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആചാര്യന്മാർക്കും ഒരു ബലമാണ്. അതിൽ എന്ത് കാര്യം പറയുമ്പോഴും അങ്ങ് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, നമ്മളുണ്ട് കൂടെ എന്ന് പറയും. വേറെ ആവശ്യങ്ങളൊന്നും വരില്ല, പക്ഷെ എന്നാലും മറ്റു പല രീതിയിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെങ്കിലും അതൊരു ബലമാണ്. അപ്പം അങ്ങനെയുള്ളൊരു കേന്ദ്രത്തിൽ ഇപ്പോൾ സ്വീകരണങ്ങളുടെ പല സ്ഥലങ്ങളിലും പല ആളുകളും വളരെ സ്നേഹത്തോടെ വിളിച്ച് അവരുടെ ഒരു സ്നേഹം പങ്കിടുന്ന അതിൻ്റെ തുടർച്ചയായിട്ട് TDM ഹാളിലെത്തുമ്പോൾ ഇതൊരു ഒരു പ്രത്യേക ഒരു വിഷയത്തിലെ ഒരു പ്രഭാഷണം കൂടിയാകണം എന്ന് ഒരു നിർദ്ദേശം വേണിജിയുടെ ഭാഗത്തുനിന്നുണ്ടായി. വളരെ സന്തോഷമുള്ളൊരു നിർദ്ദേശമാണ്. നമ്മൾ പൊതുവിൽ ഇപ്പോൾ മന്ത്രങ്ങളെല്ലാം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ 3 ശാന്തി ജപിക്കും. അതിൽ ആദിഭൗതികമായിട്ട്, ആദിദൈവികമായിട്ട്, ആധ്യാത്മികമായിട്ട്. നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളുമായിട്ടും ആശ്രമങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ആധ്യാത്മികതയെ മാത്രമേ അങ്ങനെ പറഞ്ഞു കേൾക്കാറുള്ളൂ. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, ആധ്യാത്മിക സത്സംഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പക്ഷെ അതിനു മുമ്പ് ഒരു ആദിദൈവികത എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്.
നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ ദേവതാ സങ്കേതങ്ങളെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ ആദി ദൈവികതയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആദി ദൈവികതയിൽ നിന്ന് ഒരുപാട് ദൂരത്തുള്ള ഒന്നാണ് ആധ്യാത്മികത. സ്വാഭാവികമായിട്ടും ആശ്രമങ്ങളിൽ ആധ്യാത്മികതയുടെ വേദാന്ത വിചാരത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. പക്ഷെ മീമാംസകരുടെ ലോകത്ത് ദേവതാ സങ്കേതങ്ങളിൽ ഏറ്റവും ആധാരമായിരിക്കുന്നത് ആദിദൈവികതയാണ്. നമ്മുടെ ആചാര്യന്മാരിങ്ങനെ ഓരോ തലങ്ങളെയും വ്യത്യസ്തമായി കൃത്യമായി നിർവചിച്ചിരിക്കുന്നത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും നമ്മൾ പിന്തുടരുമ്പോൾ ആ ഘട്ടത്തിന് വേണ്ട ഊർജം, ആ ഘട്ടത്തിന് വേണ്ട മാർഗനിർദ്ദേശം, ആ ഘട്ടത്തിന് വേണ്ട ബലം, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ്. ദൗർഭാഗ്യവശാൽ നമ്മളുടെ ദീർഘകാലം നീണ്ട അധിനിവേശത്തിൻ്റെ തുടർച്ചയായിട്ട് അതിലൊരു വലിയ ബലമുള്ളത് ലോകത്ത് ഒരു സംസ്കാരവും 3 തലമുറയേക്കാൾ കൂടുതൽ ഒരു വൈദേശികാധിപത്യത്തിന് കീഴിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിജീവിച്ചിട്ടില്ല. പക്ഷേ ഭാരതത്തിൽ അതായത് 150 വർഷമെങ്കിലും വൈദേശികാധിപത്യത്തിന് കീഴിലിരുന്നാൽ ആ സംസ്കാരങ്ങളൊന്നും ലോകത്ത് മറ്റെവിടെയും അതിജീവിച്ചിട്ടില്ല. അമേരിക്കയിലെ മായ സംസ്കാരം തുടങ്ങിയിട്ടുള്ളതാണെങ്കിൽ ആഫ്രിക്കയിലെ ഏറ്റവും പുകഴ്പെറ്റ ഗ്രീക്ക് സംസ്കാരം, ഇതെല്ലാം കഥകൾ അല്ലെങ്കിൽ മ്യൂസിയത്തിലെ അവശേഷിപ്പുകൾ പോലെ ചില അവശേഷിപ്പുകളൊക്കെ മാത്രമായി ചുരുങ്ങി. എന്നാൽ ഭാരത സംസ്കാരം 1000 ആണ്ടുകൾ നീണ്ട അധിനിവേശത്തിന് ശേഷവും അതേ ബലത്തോടെ അതേ ഊർജത്തോടെ തുടരുകയാണ്. എന്നാൽ ആ അധിനിവേശത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതികളിലെ ഒരു വലിയ മാറ്റം കൊണ്ട് നമ്മുടെ ആധ്യാത്മിക വിചാരങ്ങൾ പോലും ഏകദേശം പാശ്ചാത്യവൽക്കരിക്കപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടായി. നമ്മൾ ഒരു സ്കൂൾ വിദ്യാഭ്യാസം, അതായത് ഒരു 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ ഒരു ഡിഗ്രി വരെയുള്ള കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മളറിയാതെ നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ ചിന്തകളൊക്കെ പാശ്ചാത്യ രീതികളുടെ അനുസൃതമായിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പാശ്ചാത്യ ലോകത്തെ സെമറ്റിക് മതങ്ങളെ പോലെ ഉള്ള ആരാധനാലയങ്ങളാണ് നമ്മുടെ ദേവതാ സങ്കേതങ്ങളെന്നും അവരുടെ ദൈവസങ്കല്പത്തിന് തുല്യമാണ് നമ്മുടെ ദൈവസങ്കല്പങ്ങളെന്നും ഒക്കെ ഒരുപാട് പേര് ധരിച്ചു വരുന്നുണ്ട്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം, ദേവത, ഈശ്വരൻ, ഇത് മൂന്ന് കൃത്യമായും 3 തന്നെ ആചാര്യന്മാർ തിരിച്ചിട്ടുണ്ട്. അത് സൂക്ഷ്മമായിട്ടുള്ള ശാസ്ത്രവിചാരത്തിൽ അതിൽ തന്നെ പല ഭേദങ്ങളും പല വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ സാമാന്യമായിട്ട് പൊതുവായിട്ടുള്ള ഒരു ലോകത്ത് ആ ദൈവത്തെ നമ്മെ പ്രകാശിപ്പിക്കുന്നത് എന്തോ അതിനെ ദൈവമായിട്ടാണ് നമ്മുടെ സംസ്കൃതി പറഞ്ഞത്. അതുകൊണ്ടാണ് മാതാവ്, പിതാവ്, ഗുരു ഇതെല്ലാം ദൈവമാണെന്ന് ദിവ്യദ്യോതനെ ദ്യോതിപ്പിക്കുന്നു എന്നുള്ളൊരു സങ്കല്പത്തിൽ നമ്മളെ നമ്മളായിട്ട് ഇന്ന് നിലനിർത്തുന്നത് എന്തെല്ലാമാണോ അതെല്ലാം ഒരു ദൈവത്തിന് തുല്യമായിട്ടാണ് ഭാരതീയ സംസ്കൃതി, ഭാരതീയ ശാസ്ത്ര പദ്ധതി വിശദീകരിച്ചത്. അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട ദൈവശബ്ദത്തിന് തന്നെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിരവധി അർത്ഥങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അർത്ഥം നമ്മുടെ കർമ്മങ്ങളാണ്, ഇതുവരെ ചെയ്ത കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങളാണ് നമ്മുടെ ഇനിയുള്ള ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്. പൂർവാർജിതമായിട്ടുള്ള കർമ്മങ്ങൾ, ഈ ജന്മത്തിലെ കർമ്മങ്ങൾ, ആ കർമ്മ ബന്ധങ്ങളുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ട അതിൻ്റെ വാസനകളുടെ പ്രാരബ്ധങ്ങളുടെയൊക്കെ തുടർച്ചയായിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പം ആ കർമ്മങ്ങളെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ദൈവശബ്ദം കൊണ്ട് ആചാര്യന്മാർ ശാസ്ത്രത്തിൽ വ്യവഹരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ പുരുഷ പ്രയത്നം കൊണ്ട് ദൈവത്തെ മറികടക്കാം. ഒരുപാട് ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പൂർവാർജിതമായിട്ടുള്ള ചില കർമ്മഫലങ്ങൾ നമുക്ക് മോശമായിട്ട് വരികയാണെങ്കിൽ അത് സത്കർമ്മങ്ങൾ കൊണ്ട്, അതിൻ്റെ ഫലം കൊണ്ട് ആ കർമ്മഫലത്തെ മറികടക്കാമെന്ന് ആചാര്യന്മാർ പറഞ്ഞു പോന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ദേവത, അടുത്ത ഘട്ടം വരുന്നത് ദേവതയാണ്. ദേവത
ദേവതാനിമിത്ത് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമായിട്ട് ആചാര്യന്മാർ ചർച്ച ചെയ്യുന്ന, നമ്മൾ ഇന്നത്തെ ഭാഷയിൽ ദൈവങ്ങളായി നമ്മൾ കാണുകയും നമ്മൾ ക്ഷേത്ര സങ്കേതങ്ങളിൽ, ദേവതാ സങ്കേതങ്ങളിലൊക്കെ ആരാധിക്കുകയും ഗൃഹങ്ങളിലൊക്കെ ആദരിക്കുകയും ചെയ്യുന്ന ദേവതകളുടെ ലോകമാണ്. ആ ദേവതകളുടെ ലോകമാണ് ഏറ്റവും പ്രധാനമായിട്ട്. ദൈവവും ഈ ആദിദൈവികത്തിൽ തന്നെ വരുന്നതാണ്, എങ്കിലും ദേവതകളുടെ ലോകമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ആദിദൈവിക വിഷയത്തിൽ ആചാര്യന്മാർ ചർച്ച ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് വിശദമായിട്ടുള്ളത് കൊണ്ട് അതവിടെ നിർത്തി നമ്മൾ അതിന് ശേഷമുള്ള ഈശ്വരന് പരമാത്മാവായി നമ്മൾ എത്തിച്ചേരേണ്ട, നമ്മൾ ലയിച്ചു ചേരേണ്ട പൂർണ്ണതയായി, സർവ്വതിൻ്റെയും സാക്ഷിയായി, പ്രപഞ്ചത്തിന്റെ പൂർണ്ണതയായിട്ടാണ് ഭാരതത്തിലെ ആചാര്യന്മാർ വിശദീകരിച്ചിരിക്കുന്നത്. സാക്ഷിഭാവത്തിൽ ആ ഈശ്വരന് മനുഷ്യനും ഒരുപോലെയാണ്, പുല്ലും ഒരുപോലെയാണ്, പ്രാണിയും ഒരുപോലെയാണ്. അതെല്ലാം ചേർന്നതാണ് ഈശ്വരൻ. അതെല്ലാം ഈശ്വരൻ തന്നെയായിട്ടാണ്. ആ പ്രപഞ്ചം മുഴുവൻ ഉൾച്ചേർന്ന ഒരു സാക്ഷി ഭാവത്തെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഈശ്വരൻ പല ഇതിലും പറയുന്നത് പോലെ നമ്മൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്ന് മാത്രം നോക്കിയിരിക്കുകയോ ആ മനുഷ്യന്റെ ശരീരങ്ങൾക്കനുസരിച്ചിട്ട് മാർക്കിടാനും അതിനെ റിവാർഡ് ചെയ്യാനും അല്ലെങ്കിൽ ശ്രദ്ധിക്കാനും ജീവിക്കുന്നത് ആ പ്രപഞ്ചഗതി തുടരുന്നതിന് സാക്ഷിഭാവത്തിലിരിക്കുന്ന ഈശ്വരൻ. അപ്പൊ ഇതിനിടയിൽ വരുന്ന ദേവതകൾ, ആ ദേവതകളുമായിട്ട് ബന്ധപ്പെട്ട കർമ്മകാണ്ഡം, നമ്മുടെ പൂജകൾ, അനുഷ്ഠാനങ്ങൾ, അങ്ങനെയെല്ലാം തുടർന്ന് വരുന്ന കർമ്മകാണ്ഡം. ആ കർമ്മകാണ്ഡത്തിന്റെ വിഷയത്തിൽ അത് മുഴുവൻ ചർച്ച ചെയ്യുന്നത് പൂർവമീമാംസയിലാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രഭാഷണങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളായിക്കോട്ടെ അതെല്ലാം ഉത്തരമീമാംസയായിട്ടുള്ള വേദാന്ത വിഷയത്തിലായതുകൊണ്ട് നമ്മൾ ആ വിഷയങ്ങളിൽ അധികം ചർച്ച ചെയ്യാറില്ല, അതിനെക്കുറിച്ച് അധികം പരിശോധിക്കാറില്ല. നമ്മളൊരു കർമ്മകാണ്ഡത്തിന്റെ ഭാഗമായിട്ട് അതും അങ്ങനെ തുടർന്നു പോകുന്നു. അത് കർമ്മം ചെയ്യുന്ന ആളുകളാണെങ്കിൽ പലപ്പോഴും അത് ശാസ്ത്രബുദ്ധിയ അത്ര വിശകലനം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും സംശയമാണ്. അതിന്റെ ശാസ്ത്രം പഠിപ്പിക്കുക, കാര്യങ്ങൾ ചെയ്യുന്നത് പഠിപ്പിക്കുക എന്നല്ലാതെ ശാസ്ത്രം പഠിപ്പിക്കുക എന്നുള്ളത് കേരളത്തിലൊന്നും അങ്ങനെ ഒരു പദ്ധതിക്രമമായിട്ട് നിലവിലില്ലാത്ത കാര്യമാണ്. ആചാര്യന്മാര് വെഷ്ടിയും സമഷ്ടിയും, അതായത് പുറത്തുള്ള ലോകവും അകത്തുള്ള ലോകവും ഒന്നായിട്ടാണ് വിശദീകരിച്ചിട്ടുള്ളത്. എന്തൊക്കെ പുറത്തുണ്ടോ അതെല്ലാം നമുക്ക് അകത്ത് കാണാം, അല്ലെങ്കിൽ എന്തെല്ലാം അകത്തുണ്ടോ അതെല്ലാം നമുക്ക് പുറത്ത് കാണാം. നമ്മുടെ ഓരോരോ സങ്കല്പങ്ങളാണ് പുറത്തുള്ള ഓരോ സൃഷ്ടിയായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംസാരമാകുന്ന ലോകം എത്രമാത്രം സങ്കല്പമാണ് എന്ന് പറയുന്ന അത്ര തന്നെ സങ്കല്പമാണ് ദേവതാലോകവും. ഈ സംസാരമാകുന്ന ലോകം നമുക്ക് എത്ര തന്നെ യാഥാർത്ഥ്യമായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ അത്ര തന്നെ യാഥാർത്ഥ്യമാണ് പുറത്തുള്ള ദേവതാലോകവും, നമ്മൾ കാണുന്ന ദേവതാലോകവും. ആ ദേവതാലോകം സൂക്ഷ്മ രൂപത്തിലായതുകൊണ്ട് അതിൻ്റെ ശക്തി കുറച്ച് കൂടുതലാണ്. നമ്മളിപ്പോ പൊതുവിൽ സന്യാസിമാർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പലപ്പോഴും ആളുകൾ പലയിടത്തും ചോദിക്കാറുള്ളതാണ്. സന്യാസിമാര് സാധാരണഗതിയിൽ ഇപ്പൊ കുറച്ചു നേരത്തെ സ്വാമിജിയൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും സന്യാസിമാര് ചെയ്യുന്ന സമാജ സേവാ പ്രവർത്തനങ്ങൾ സന്യാസിമാരുടെ ധർമ്മമായിട്ടുള്ളതല്ല, അത് സമാജത്തിന്റെ ധർമ്മമായിട്ടുള്ളതാണ്. സന്യാസിമാരുടെ മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ട് സമാജത്തിനെ നയിക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, വിദ്യാകേന്ദ്രങ്ങൾ, വേണ്ട ദുർബലരായിട്ടുള്ളവർക്ക് വേണ്ട സേവന പ്രവർത്തനങ്ങളെല്ലാം അത് ചെയ്യുന്ന. ഇപ്പൊ കരയോഗ പോലെ കുറച്ച് സ്ഥാപനങ്ങൾ, കൂട്ടായ്മകളൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിലും സമാജത്തിന് വേണ്ടത്ര അതില്ലാത്തത് കൊണ്ട് ആശ്രമങ്ങളും സന്യാസിമാരും ഒക്കെ ആ മേഖലയിൽ കൂടി ധാരാളം സേവനങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് ഒരു സന്യാസി ലോകത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം ലോക കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സങ്കല്പമാണ്. യാതൊരു തരത്തിലുള്ള സ്വാർത്ഥതയുമില്ലാതെ, മമതാബന്ധങ്ങളുമില്ലാതെ സമാജത്തിന് വേണ്ടി, ലോക കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സങ്കല്പമാണ് ഒരു സന്യാസി ഈ പ്രപഞ്ചത്തിൽ ചെയ്യുന്ന ഏറ്റവും മഹത്തായ കർമ്മം. അങ്ങനെ യാതൊരു മമതാബന്ധങ്ങളും ഇല്ലാതെ സങ്കല്പം ചെയ്യാൻ, മറ്റെല്ലാം നമ്മൾ
നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് ആലോചിക്കും, ചിന്തിക്കും. പക്ഷെ അപ്പോഴൊക്കെയും അതിനിടയിലൊക്കെയും നമ്മളുടെ വളരെ ന്യായമായും ധാർമ്മികവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മുടെ സ്വാർത്ഥമായിട്ടുള്ള വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ കയറി വരും. പക്ഷെ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം സന്യാസി യാതൊരു തരത്തിലുള്ള മമതാബന്ധങ്ങളുമില്ലാതെ, ഇഷ്ടാനിഷ്ടങ്ങളുമില്ലാതെ ലോക കല്യാണത്തിന് വേണ്ടിയിട്ട്, സമാജത്തിന് വേണ്ടിയിട്ട് മഹാസങ്കല്പം ചെയ്യുന്നവരാണ്. അപ്പൊ ആ സങ്കല്പത്തിന്റെ ശക്തി നമുക്കറിയാം. നമ്മളൊക്കെ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അത് ഞാൻ ഇന്നത് ചെയ്യാൻ പോകുന്നു എന്ന് ആലോചിച്ചിട്ടാണ്. വലിയ വലിയ കാര്യങ്ങൾ നമ്മളിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ ഒരുപാട് പേര്, വലിയ പൂർവികര്, വലിയ തപസ്വികളായിട്ടുള്ള ആളുകൾ, അവരുടെയൊക്കെ സങ്കല്പത്തിന്റെ ആകത്തുകയാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ നടക്കുന്നത്, സൃഷ്ടി നടക്കുന്നത് സങ്കല്പത്തിന്റെ തലത്തിലാണ്. ഇപ്പൊ നമ്മളൊരാളെ ഒരു ആലിംഗനം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നതെല്ലാം ഒരു ആക്ഷൻ ഒന്നാണ്, എൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ഒന്നാണ്. പക്ഷെ ആ പ്രവൃത്തി അതിൻ്റെ ഭാവതലത്തിൽ, സങ്കല്പതലത്തിൽ അത് ഓരോരുത്തരോടും ആകുമ്പോൾ ഓരോരോ തരത്തിലാണ് അനുഭവത്തിൽ വരിക. അങ്ങനെ സങ്കല്പതലത്തിലാണ് യഥാർത്ഥത്തിൽ കർമ്മം നടക്കുന്നത്. അപ്പൊ ആ സൂക്ഷ്മ ലോകത്തിന്റെ ശക്തി അത്രയും വിപുലമായതുകൊണ്ട് തന്നെ ആ സങ്കല്പത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ദേവതാ ലോകത്തിന്റെ ശക്തി അത്രയും പ്രഭാവമുള്ളതുമാണ്. ഓരോ ദേവതകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മള് ഭക്തിയുടെ ഒരു തലമുണ്ട്, കഥകളുടെ ഒരു തലമുണ്ട്, തത്വചിന്തയുടെ ഒരു തലമുണ്ട്, ദേവതകളുടെ ലോകത്ത് കർമ്മകാണ്ഡത്തിന്റെ ഒരു തലവുമുണ്ട്. ഇതെല്ലാം നാല് തരത്തിലുള്ള കാര്യങ്ങളാണ്. തത്വം കൊണ്ട് നമ്മളൊരു ദർശനത്തെ, ഒരു ബിംബത്തെ വിശദീകരിക്കുന്ന തലമല്ല കർമ്മകാണ്ഡത്തില്, തന്ത്രത്തിന്റെ ഭാഷയിൽ ആ ബിംബത്തെ വിശദീകരിക്കുക. അതല്ല ഭക്തിയില്, പുരാണ കഥകളില് അല്ലെങ്കിൽ ഭക്തിയില് അതിനെക്കുറിച്ച് പറയുക. ഇതെല്ലാം ഓരോ തത്വങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. പക്ഷെ കഥകളിലെ ദേവനല്ല ക്ഷേത്രങ്ങളിലെ ദേവൻ, പുരാണത്തിലെ ദേവനല്ല ക്ഷേത്രങ്ങളിലെ ദേവൻ, അല്ലെങ്കിൽ വേദാന്തത്തിലെ ദേവതാചിന്തയല്ല ക്ഷേത്രങ്ങളിലെ ദേവതാചിന്ത. വിഷ്ണു സ്വരൂപത്തെ നമ്മൾ സ്ഥിതികാരകനായിട്ട് പറയും. അപ്പോൾ വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് വിഷ്ണു എന്ന് പറയും. വിഷ്ണു സ്ഥിതിയെ നിലനിർത്തുന്നതാണ്. വിഷ്ണു സമുദ്രത്തിലാണ് എന്ന് പറയുമ്പോൾ ആ സമുദ്രം എന്താണെന്നുള്ളതിന് നിരുക്തകാരൻ ആ ജലം നിറഞ്ഞിരിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ജലം നിറഞ്ഞിരിക്കുന്നത് നമ്മൾ ശാസ്ത്രബുദ്ധിയെ പരിശോധിക്കുമ്പോൾ കടലിലല്ല, അന്തരീക്ഷത്തിലാണ്. അപ്പൊ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്നു. അനന്തന്റെ പുറത്ത് ആദിയോ അന്തമോ കണ്ടെത്താൻ പറ്റാത്തതാണ്. കയ്യിലുള്ളത് ചക്രം കർമ്മേന്ദ്രിയങ്ങളെ മുഴുവൻ ചലിപ്പിക്കുന്നതാണ്, ചലിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുകയാണ്. ശംഖ് ജ്ഞാനേന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തെ സൂചിപ്പിക്കുകയാണ്. ഗദ വാക്കിനെ പുറപ്പെടുവിപ്പിക്കുകയാണ്. കമലം എല്ലാ നാഡികളിലേക്കും പ്രസരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം ചേർത്തുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന, ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന, വാക്കിനെ പുറപ്പെടുവിക്കുന്ന, എല്ലാ നാഡികളിലേക്കും പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തുടക്കമോ ഒടുക്കമോ കണ്ടെത്താനാകാതെ സ്ഥിതിയെ നിലനിർത്തിക്കൊണ്ട് മുഴുവൻ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്ന, അതായത് സമഷ്ടിയിലും വെഷ്ടിയിലും അകത്തും പുറത്തും മുഴുവൻ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്ന ആ ശക്തിവിശേഷം, സ്ഥിതിയെ നിലനിർത്തുന്ന ശക്തിവിശേഷത്തെ പ്രാണസ്വരൂപമായിട്ടാണ് ആചാര്യന്മാര് ശാസ്ത്ര പദ്ധതിയിൽ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ആ ഒരു എനർജിയെ, പ്രകൃതിയിലുള്ള എനർജി, നമ്മുടെ ശരീരത്തിനകത്തുള്ള എനർജി, അതിനെ ഒരു ബിംബകൽപ്പന ചെയ്തുകൊണ്ട് ആ എനർജിയെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയാപദ്ധതികളാണ് ആദിദൈവിക തലത്തില് ആചാര്യന്മാര് ആവിഷ്കരിച്ചതും നമ്മുടെ ദേവതാ സങ്കേതങ്ങളിൽ കൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ. ഒരു ക്ഷേത്രത്തില് എല്ലാ കർമ്മങ്ങളും, ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള എനർജികളെല്ലാം തന്നെ 3 തലത്തിൽ, അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഈ 3 തലത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്.
സൃഷ്ടിയിൽ തന്നെ സൃഷ്ടിയിലെ സൃഷ്ടി, സൃഷ്ടിയിലെ സ്ഥിതി, സൃഷ്ടിയിലെ സംഹാരം, അത് കഴിഞ്ഞ് സ്ഥിതിയുടെ സൃഷ്ടി, അങ്ങനെ തുടർന്നു പോകുന്ന സംഹാരത്തിന്റെ സംഹാരം, അതിൽ നിന്ന് വീണ്ടും സൃഷ്ടിയുടെ സൃഷ്ടി. അപ്പൊ ഏത് കാര്യത്തിലും നമ്മുടെ ശരീരത്തിലാണെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണം, ആ അന്നം സംഹരിക്കപ്പെട്ടിട്ടാണ് അതിന്റെ അടുത്ത രൂപമായിട്ടുള്ള രസം, രക്തം, മാംസം, അങ്ങനെ സപ്തധാതുക്കളിൽ കൂടെ പരിണമിച്ചിട്ടാണ് ശരീരത്തിന് പൂർണ്ണാധിവർത്തിയായിട്ട് നമ്മുടെ അന്നം ശരീരത്തിൽ കൂടെ പ്രവർത്തിക്കുന്നത് എന്നാണ് ആയുർവേദത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ആ അന്നം പൂർണ്ണമായിട്ടും അന്നത്തിന്റെ സംഹാരത്തിന് ശേഷമാണ്, രസത്തിന്റെ സംഹാരത്തിന് ശേഷമാണ് രക്തത്തിന്റെ സൃഷ്ടിയുടെ സൃഷ്ടി ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഓരോ പ്രക്രിയയിലും ഈ 3 ഘടകങ്ങളുണ്ട്. അതിന്റെ ഓരോ എനർജിയും അത് ഏത് തലത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ, ആ എനർജിയെ ഒരു ദേവതാ രൂപമായിട്ട് ആചാര്യന്മാര് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ആചരണങ്ങളുണ്ട്, ഭാവങ്ങളുണ്ട്. ഒരേ ദേവതയ്ക്ക് തന്നെ ഭിന്നമായ രൂപങ്ങളുണ്ട്. അതുകൊണ്ട് തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ആളല്ല വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ആളല്ല പീഠത്തിലിരിക്കുന്നത്. നിൽക്കുന്ന രൂപം വേറെയാണ്, ഇരിക്കുന്ന രൂപം വേറെയാണ്, ഒരു കാല് മടിയിൽ വയ്ക്കുന്ന രൂപം വേറെയാണ്. പൊതുവിലെല്ലാം ശിവക്ഷേത്രങ്ങളാണെങ്കിൽ എറണാകുളത്തപ്പനല്ല വൈക്കത്തപ്പനല്ല ഏറ്റുമാനൂരപ്പനല്ല വടക്കുന്നാണ്. അപ്പൊ നമുക്ക് കാലക്രമത്തിൽ ഈ ഒരു ആദിദൈവികത എന്ന് പറയുന്ന ഭാഗം ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് നമ്മുടെ ക്ഷേത്ര സങ്കേതങ്ങളിലെല്ലാം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും വികസനത്തിന്റെയും പുനരുദ്ധാരണത്തിന്റെയും മറ്റും പേരില് നമ്മൾ ഇത്തരത്തില് പഴയ ആചാര്യന്മാർ വളരെ കൃത്യമായി ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും വിരുദ്ധമായിട്ടുള്ള ശക്തി സ്വരൂപങ്ങളെ ദേവതകളായിട്ട് നമ്മൾ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കൊടിമരമില്ലാത്ത ക്ഷേത്രങ്ങളിൽ കൊടിമരം പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ തന്ത്ര ഷടാധാര പ്രതിഷ്ഠയില്ലാത്ത സ്ഥലങ്ങളെ ഷടാധാര പ്രതിഷ്ഠ, കുടിവയ്പ്പിന് മാറി ഷടാധാര പ്രതിഷ്ഠയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ സംഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, നമ്മളിപ്പോ ഒരു ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു വീട്ടില് മെഴുകുതിരി കത്തിച്ചോ വിളക്ക് കത്തിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റുള്ള സംവിധാനങ്ങൾ കൊണ്ടോ വെളിച്ചം കണ്ടെത്താം. പക്ഷെ ഇലക്ട്രിസിറ്റി ചെയ്തിരിക്കുന്ന ഒരു വീട്ടില് അത് ഷോർട്ട് സർക്യൂട്ട് ആയാൽ വീട് മുഴുവൻ കത്തിപ്പോവുക എന്ന് പറയുന്ന ഒരവസ്ഥ വരും. അങ്ങനെ നമ്മുടെ പരമ്പര മുഴുവൻ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ ദേവതാലോകത്താണ്. ഓരോ ദേവതകളുടെ ഉപാസനകളിലൂടെ കരുത്താർജിച്ചുകൊണ്ടാണ് നമ്മുടെ കാരണവന്മാര് നമ്മുടെ ഗൃഹത്തെ, നമ്മുടെ കുലത്തെ, നമ്മുടെ ദേശത്തെ എല്ലാം സംരക്ഷിച്ചും സമൃദ്ധമാക്കിയും നിലനിർത്തി വന്നത്. ഇപ്പൊ പുരാതനമായ ഭാരതത്തിൽ ഭാരതീയ സംസ്കൃതി നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് നിലനിൽക്കുമ്പോൾ പോലും ഭാരതം ഒന്നായിട്ടുള്ളൊരു സങ്കല്പത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. അന്ന് ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും സമ്പന്നമായ സമൃദ്ധമായ രാജ്യം ഭാരതമായിരുന്നു. ഏറ്റവും സമ്പന്നമായ പ്രദേശമായിരുന്നു ഭാരതം. ഏറ്റവും അന്നത്തെ കാലത്ത് അറിവിന്റെ ഏറ്റവും അത്യുന്നതിയിലുള്ള ദേശം ഭാരതമായിരുന്നു. ആർക്കിയോളജിക്കൽ സർവേയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും വികസിതമായിട്ടുള്ള ജനപദങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലം ഭാരതമാണ്. അതെല്ലാം എങ്ങനെ ഇവിടുത്തെ സമൂഹം സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ, ഭാരതം ആധ്യാത്മികതയുടെ നാടാണ്, ത്യാഗത്തിന്റെ നാടാണ് എന്നെല്ലാം പറയുമ്പോഴും നമ്മൾ ഏറ്റവും വലിയ സമൃദ്ധി ഉണ്ടാക്കി അതിന്റെ ക്ഷണികതയെ തിരിച്ചറിഞ്ഞ ആളുകളാണ്. അതൊന്നും വേണ്ട എന്നുള്ളത് തീരുമാനിച്ച് വളരെ ഏറ്റവും പ്രാകൃതമായിട്ട് ജീവിച്ച ആളുകളല്ല. ഏറ്റവും സമൃദ്ധി ഉണ്ടാക്കി ആ സമൃദ്ധി ക്ഷണികമാണ്, അതിനപ്പുറത്ത് വിശാലമായിട്ടുള്ളൊരു സത്യമുണ്ട് എന്ന് കണ്ടെത്തിയ ആളുകൾ കൂടിയാണ്. അത് സമൃദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ മാത്രം അറിയുന്നൊരു സത്യവുമാണ്. അപ്പൊ അങ്ങനെ ഒരു സമൃദ്ധി ഉണ്ടാക്കാൻ നമ്മുടെ പൂർവികരെ സഹായിച്ചത് ഈ പ്രപഞ്ചത്തിലെ അകത്തെയും പുറത്തെയും വ്യഷ്ടിയിലെയും സമഷ്ടിയിലെയും ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്ന ഊർജ രൂപങ്ങളെ കൃത്യമായി തിരിച്ചറിയാനും
അതിനെ വികസിപ്പിക്കാനും വേണ്ട സമയങ്ങളിൽ സങ്കോചിപ്പിക്കാനും ഒക്കെയുള്ള ക്രിയാപദ്ധതികൾ ആവിഷ്കരിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അഗ്നിയെ വർദ്ധിപ്പിക്കുന്ന ദേവതയുള്ള ഒരു സങ്കേതത്തില് അവിടെയുള്ള മന്ത്രം, അപ്പൊ മന്ത്രം അക്ഷരക്രമത്തിൽ അക്ഷരം എന്താണ് എന്നുള്ള ഒരു ചിന്തയില് ഇപ്പൊ ഇവിടെ കൊച്ചിയിൽ തന്നെ ജീവിക്കുന്ന പ്രധാനപ്പെട്ട നോവലിസ്റ്റ് ആയിട്ടുള്ള സി രാധാകൃഷ്ണൻജി വിഷ്ണുനാരായണ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു മഹാകവി അദ്ദേഹം അന്തരിച്ചപ്പോൾ അനുസ്മരണമായിട്ട് എഴുതി. അദ്ദേഹത്തിന് കോഴിക്കോട് ഇവരെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന കാലത്ത് ശാരീരികമായിട്ടുള്ള കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ അവധിക്കാലത്ത് തറവാട്ടിൽ പോകണം, അപ്പൻ്റെ അടുത്ത് നിന്ന് വ്യാകരണം ഒന്നുകൂടി ഹൃദയസ്ഥാക്കണം, ആരോഗ്യം ഒന്ന് മെച്ചപ്പെടുത്തണം. അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്താണത് പറയുന്നതെന്ന്. പക്ഷെ അവധിക്കാലത്ത് നാട്ടിൽ പോയി വ്യാകരണം പഠിച്ചു, നല്ല ആരോഗ്യത്തോടു കൂടി വിഷ്ണു തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ വ്യാകരണത്തെ ശരീരത്തിനകത്തെ പ്രാണന്റെ ശാസ്ത്രമായിട്ടാണ്, ഒരു ആശയവിനിമയത്തിനുള്ള ഉപാധിയായിട്ടല്ല, ശരീരത്തിനകത്ത് പ്രാണൻ ഒരു എനർജി അകത്തും പുറത്തും സഞ്ചരിക്കുന്നത് എങ്ങനെ എന്ന് വിശദീകരിക്കുന്ന ശാസ്ത്രമായിട്ടാണ് ഭാരതത്തിന് ആ രൂപകൽപ്പന ചെയ്ത ആചാര്യന്മാര്. അപ്പൊ അതിനനുസരിച്ച് നമ്മളൊരു ശ്വാസം അകത്തെടുത്തിട്ട് പുറത്ത് വിടുന്ന പ്രക്രിയയിലാണ് ഒരക്ഷരം പുറപ്പെടുന്നത്. ശരീരത്തിലെ നാഡികളിലൂടെ പ്രാണൻ ഓരോ സ്ഥലത്തും സഞ്ചരിച്ച് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ചെന്ന് അവിടെ നിന്ന് പ്രതിധ്വനിച്ചിട്ടാണ് അക്ഷരമായിട്ട് പുറത്തേക്ക് വരുന്നത്. മുമ്പ് തന്നെ ഉള്ളിൽ രൂപമെടുത്തിട്ട് അത് ശബ്ദരൂപത്തിൽ പുറത്തു വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ചില സ്ഥലങ്ങളിൽ കൂടുതൽ പ്രാണവായുവിനെ എത്തിച്ച് ചില സ്ഥലങ്ങളിൽ പ്രാണന്റെ അളവ് കുറച്ച് ഒക്കെയാണ് അക്ഷരക്രമത്തില് മന്ത്രങ്ങളെ ചിട്ടപ്പെടുത്തുന്നത്. അപ്പൊ ആ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ ആ ജപിക്കുന്ന ആളുടെ ഉള്ളിലും അത് പ്രതിധ്വനിക്കുന്ന അന്തരീക്ഷത്തിലുമൊക്കെ ആ എനർജിയുടെ വികാസമോ സങ്കോചമോ ഒക്കെ ഉണ്ടാകും. അതിനനുകൂലമായിട്ട് അപ്പൊ നമ്മളൊരു ഉപാസനാ തലത്തിലെ ഏറ്റവും പ്രധാനം ഭാവമാണ്. സങ്കല്പം കൊണ്ട് ഒരുപാട് കാര്യങ്ങളെ സാധ്യമാക്കുന്ന സിദ്ധമഹാപുരുഷന്മാരെ, സങ്കല്പത്തിന്റെ ബലം അത്ര വലുതായിട്ടുള്ള സിദ്ധമഹാപുരുഷന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ അടുത്ത് കടൽ ക്ഷോഭത്തെ കുറിച്ച് ചോദിക്കാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഭക്തൻ പറഞ്ഞു, ആ പറഞ്ഞാൽ മതി, കത്ത് കൊടുത്തയച്ചു എന്നാണ് ഗുരു പറയുന്നു. ഇനി കടൽ ഇവിടെ ക്ഷോഭിക്കരുത്, കടൽ അവിടെ അടങ്ങി എന്നാണ്. അപ്പൊ അതുപോലെ സങ്കല്പ ശക്തി കൊണ്ട് കാര്യങ്ങൾ സാധ്യമാക്കുന്ന മഹാത്മാക്കൾ എല്ലാ കാലത്തും ഭാരതത്തില് ഇപ്പൊ നമ്മുടെ കാലത്ത് തന്നെ അമൃതാനന്ദമയി അമ്മയുണ്ട്. ആ സന്നിധിയിലെത്തുമ്പോൾ അമ്മയുടെ ഒരു വാക്കുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ആ ഭാവതലത്തിന് നമുക്ക് അത്ര തീവ്രത വരാത്ത ഒരു സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത സമയത്താണ് അതിനെ ആ എനർജിയെ, ആ ഒരു കാര്യം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എനർജിയെ കൂടുതൽ ശക്തമാക്കാൻ മന്ത്രത്തെ ഒപ്പം ചേർക്കുന്നു. അതിനെ കൂടുതൽ ശക്തമാക്കാൻ ദ്രവ്യത്തെ, അതിനനുഗുണമായിട്ടുള്ള ദ്രവ്യത്തെ കൂടെ ചേർക്കുന്നു. ഇപ്പൊ ചില ക്ഷേത്രങ്ങളിൽ ചില കാര്യങ്ങൾ ഉപയോഗിക്കില്ല, ചില ക്ഷേത്രങ്ങളിൽ നെയ്യ് ഉപയോഗിക്കില്ല, അല്ല ചില ക്ഷേത്രങ്ങളിൽ നെയ്യേ ഉപയോഗിക്കൂ, ചില ക്ഷേത്രങ്ങളിൽ ചെത്തിപ്പൂവ് ഉപയോഗിക്കില്ല, ചില ക്ഷേത്രങ്ങളിൽ താമരപ്പൂവാണ് ഉപയോഗിക്കുക. ഇതെല്ലാം ആ എനർജിയെ വർദ്ധിപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതിനും ഉപയോഗപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ദ്രവ്യങ്ങളാണ്. ആ ദ്രവ്യങ്ങളുടെ കൂടെ മുദ്രകളും ക്രിയകളും ചേർക്കുന്നു. അപ്പൊ ഇങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇതിനെന്ത് മാറ്റം വന്നാലും അതിന് വിപരീതമായിട്ടുള്ള ഫലമാണ് നമുക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള തലത്തിലും സാമൂഹികമായിട്ടുള്ള തലത്തിലും ഉണ്ടാവുക. പഴയകാലത്തെ മഹാക്ഷേത്രങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വനത്തിനകത്ത് അല്ലെങ്കിൽ എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അതെല്ലാം സ്ഥാപിച്ചത് അവിടെ അത്രയും കൃത്യമായി കാര്യങ്ങൾ നടക്കണം. ഭിന്നഭാവത്തിലുള്ള ചിന്തകളിലെങ്കിലും ഒരു വ്യത്യസ്ത മനോനിലയുള്ള ആളുകൾക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റരുത്, അല്ലെ അത്ര സുഗമമാവരുത് എന്നുള്ള സങ്കല്പത്തിലാണ് അവിടെ നമ്മുടെ ക്ഷേത്രങ്ങളൊന്നും വലിയൊരാൾക്കൂട്ടം എത്തിച്ചേരാൻ കണക്കാക്കിയിട്ടല്ല ആ ക്ഷേത്ര സങ്കേതങ്ങളൊന്നും പണിതിരിക്കുന്നത്. കാരണം അവിടെ ആ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള എല്ലാ നിയമങ്ങളോടും കൂടി പരിപാലിക്കപ്പെട്ടാൽ അത് മതി, അത് നിലനിൽക്കുന്ന സമാജത്തിനാകെ
അനുഗ്രഹ ബുദ്ധി അനുഗ്രഹമാകുന്നതിനുള്ള ഊർജം പ്രസരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് അവിടെ വേണ്ടത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ വെച്ചാരാധിച്ചിരുന്ന അറയിലകത്ത് ദേവതയുണ്ടായിരുന്നു, മച്ചിനകത്ത് ദേവതയുണ്ടായിരുന്നു, പുറത്ത് മുറ്റത്ത് തറയിൽ ദേവതയുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മുടെ കുലദേവതയായിട്ട്, പരദേവതയായിട്ട്, ധർമ്മദേവതയായിട്ട്, അതിന് പുറത്ത് ദേശദേവതയായിട്ട്, ഇതെല്ലാം നമ്മുടെ തിരക്കുകൾക്കിടയിൽ, നമ്മുടെ യാത്രകൾക്കിടയിൽ പലപ്പോഴും ഇല്ലാതാവുകയോ ശോഷിക്കുകയോ ആ ദേവതയെടുത്ത് ചിലര് ഒഴുക്കി കളഞ്ഞിട്ടുണ്ട്, ചിലർ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അങ്ങനെ പല പല കാരണങ്ങളാൽ നമുക്കത് ഇല്ലാതെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ചിലതിലാണെങ്കിൽ അതിന് വലിയൊരു ക്ഷേത്രമോ കാര്യങ്ങളൊക്കെ പണിത് അവിടെ മറ്റുള്ള ആളുകളെ കൊണ്ട് പൂജ കഴിപ്പിക്കുക, ദേശക്ഷേത്രങ്ങളാക്കി മാറ്റുക. വളരെ ചെറിയൊരു കാര്യം ചിന്തിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിലെ അമ്മയ്ക്ക്, നമ്മുടെ വീട്ടിലെ അച്ഛന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന കഞ്ഞിയാണോ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഹോട്ടലിൽ നിന്ന് വരുത്തി കൊടുക്കുന്ന സദ്യയോ ബിരിയാണിയോ മറ്റോ ആണോ കൂടുതൽ ഇഷ്ടപ്പെടുക എന്ന് ചിന്തിച്ചാൽ തന്നെ എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തെ നിലനിർത്തി കൊണ്ടുവന്ന നമ്മുടെ പരദേവതയെ നമ്മൾ കൊണ്ടു നടക്കേണ്ടത് എന്ന് വ്യക്തമാണ്. അപ്പൊ ഇങ്ങനെ നേരത്തെ ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ ആ ഒരു ദേവതകളുടെ ലോകത്ത്, എനർജികളുടെ ലോകത്ത് അവരുടെ സഹായം തേടിക്കൊണ്ട് നമ്മൾ നിലനിർത്തിക്കൊണ്ടുവന്ന ഒരു പരമ്പരയെ, നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോകുന്ന നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പൂർവികര് നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു കുടുംബത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഉപേക്ഷിച്ചപ്പോ, അല്ലെങ്കിൽ പല കാരണങ്ങൾ അതിൽ മാറ്റിമറിക്കപ്പെട്ടപ്പോ, ഇലക്ട്രിസിറ്റി വയറിംഗ് ചെയ്തൊരു വീട്ടിൽ ഷോർട്ട് സർക്യൂട്ട് ആകുന്ന പോലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സമാജത്തിൽ വരുന്ന പല അകൽച്ചകൾക്കും ഛിദ്രങ്ങൾക്കും നമ്മളുടെ കുട്ടികളുടെ അടക്കം മനസ്സുകളിൽ ഉണ്ടാകുന്ന പല വഴിതെറ്റലുകൾക്കും ഒക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളിൽ ഒന്ന്, നമ്മൾ നമ്മുടെ പൂർവികർ നമ്മുടെ സമാജത്തിന്റെയും കുടുംബങ്ങളുടെയും ഒക്കെ ബലത്തിന് വേണ്ടി പരിപാലിച്ചു പോന്ന ആ ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് അവർ കെട്ടിപ്പടുത്ത വളരെ സുശക്തമായിട്ടുള്ള, ഭദ്രമായിട്ടുള്ള, സ്വസ്ഥതയുള്ള കുടുംബവും സമാജത്തിനും തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ക്രമങ്ങളെ പരിപാലിക്കാതെ അതിനെ അവഗണിച്ച്, നിഷേധിച്ച്, അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞ്, ഇല്ലാതാക്കി, മാറ്റിമറിച്ച് ഒക്കെ നമ്മൾ ചെയ്തു പോരുന്നത്, ചെയ്തു കഴിഞ്ഞതും ചെയ്തു പോരുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അപ്പൊ പലപ്പോഴും അതിൻ്റെ ഒരു തുടർച്ചയാണ് ജീവിതത്തിൽ പല മുന്നോട്ട് പോക്കിനും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പല ആചാര്യന്മാരും കുടുംബപരദേവതയെ തേടി ചെല്ലണം, നമസ്കരിക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇന്നാണെങ്കിൽ നമ്മുടെ പല ക്ഷേത്ര സങ്കേതങ്ങളിലും, ഇപ്പൊ വീടുകളിലെ കാര്യം, ഈ പരദേവത മച്ചില ഭഗവതി, അറയില ഭഗവതി, തറയില ഭഗവതി, ഇവരെയൊക്കെ ഒഴിവാക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ നശിപ്പിച്ചു കളയുകയോ ഒക്കെ ചെയ്തത് ഏറ്റവും മൂലമായിരിക്കുമ്പോൾ, മറുഭാഗത്ത് ക്ഷേത്രങ്ങളിലാണെങ്കിൽ പല വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ, അത് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ആണെങ്കിൽ ക്ഷേത്രങ്ങളൊക്കെ മിക്കവാറും ക്ഷേത്ര സംസ്കാരവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളുടെ ഭരണത്തിന് കീഴിലാണ്. അപ്പൊ അതിന്റെ പല സാമ്പത്തികമായിട്ടുള്ള ഘടകങ്ങളും എല്ലാം ഉൾച്ചേർന്നുകൊണ്ട് അവിടെ പല പ്രവർത്തനങ്ങളും നടത്തി ആ ക്ഷേത്രത്തിന്റെ ബലവും ശുദ്ധിയും, ഏറ്റവും പ്രധാനം ക്ഷേത്രത്തിൽ നേരത്തെ പറഞ്ഞു ദ്രവ്യശുദ്ധി, ഏറ്റവും മോശം നെയ്യ്, ഏറ്റവും മോശം എണ്ണ, അവിടെ ഉപയോഗിക്കാൻ പാടില്ലാത്ത പുഷ്പങ്ങൾ, അത്തരത്തിലുള്ള സാധനങ്ങളുടെ ഉപയോഗം, ദേവതകളെ തന്നെ മന്ത്രം അറിയാത്ത ആളുകൾ, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ കൃത്യമായിട്ടുള്ള പഠിക്കാത്ത ആളുകളെ പല കാര്യങ്ങൾ കൊണ്ട് അവിടെ പൂജയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ വരിക. അങ്ങനെ ആ ക്ഷേത്രങ്ങളിലെ ചൈതന്യത്തിന്, ക്ഷേത്രത്തിന്റെ ബലത്തിന് ക്ഷയം വരിക. ഇങ്ങനെ ഈ രണ്ട് തലങ്ങളിൽ സമാജത്തില് ആദി ദൈവികമായ ഭാവത്തിന് ഒരു ക്ഷതം സംഭവിച്ചിരിക്കുന്ന, ക്ഷീണം സംഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ആന്തരികമായിട്ടുള്ള ബലത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കുലാചാരങ്ങൾ തൊട്ട്, നമ്മുടെ പരദേവത തൊട്ട് ഒരു നമസ്കാര ഭാവം, എല്ലാ ദിവസവും ഒന്ന് വിളക്ക് കൊളുത്തി ഒരു നാമം ജപിക്കുക, ഒരു കൂടുതലൊന്നും ആവശ്യമുള്ളൊരു കാര്യമല്ല, അത്രയെങ്കിലുമുള്ള ഒരു നമസ്കാര ഭാവം. ഇപ്പൊ ആധ്യാത്മികത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിചാരങ്ങളിലേക്ക് വരുന്നവരൊക്കെ ഒരുപാട് പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ,
അപ്പോൾ ഹിമാലയത്തിൽ നിന്നൊരു സന്യാസി വന്നു, ആ സന്യാസിയിൽ നിന്നൊരു ദീക്ഷ വാങ്ങിക്കണം, അല്ലെങ്കിൽ മറ്റൊരു ആചാര്യം വന്നു, അത് വേറൊരു പദ്ധതിയാണ്, ആ പദ്ധതിയിൽ നിന്നൊരു ദീക്ഷ വാങ്ങിക്കണം. അങ്ങനെ 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 പല കാര്യങ്ങൾക്ക് പിന്നാലെ ഓടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എല്ലാം നല്ലത് തന്നെ, എല്ലാം മുന്നിലേക്ക് നയിക്കുന്നത് തന്നെ. പക്ഷെ അടിസ്ഥാനമില്ലാതെ നമ്മൾ എന്തിന്റെ പുറകെ പോയാലും അത് എവിടെയും എത്തിക്കുന്ന ഒരു അനുഭവം ആർക്കും ഉണ്ടായിട്ടില്ല. പിന്നെ ഗഹനമായിട്ടുള്ള ഉപാസനകൾ, സൂക്ഷ്മമായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ന്യൂറോ സർജന്റെയോ അല്ലെങ്കിൽ ഒരു അത്ര വിദഗ്ധനായിട്ടുള്ള ഒരു എഞ്ചിനീയറുടെയോ ഒക്കെ മേഖലകൾ പോലെ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ആളുകൾക്ക് മാത്രമുള്ള കാര്യമാണ്. സാധാരണ ജനങ്ങൾക്ക്, വിവിധ കർമ്മമേഖലകളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക്, മറ്റ് കർമ്മമേഖലകളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ പരദേവതകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സമർപ്പണം, കുലദേവതയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സമർപ്പണം, ദേശദേവതയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സമർപ്പണം, ദിവസവും വിളക്ക് വെച്ച് നാമം ജപിക്കുക, അങ്ങനെ വളരെ പരിമിതമായിട്ടുള്ള ആചാര്യന്മാര് പറഞ്ഞു വന്ന, ഇപ്പൊ അമ്മ ഇവിടെ വിളക്ക് പൂജയാണ് ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മുഴുവൻ വളരെ ലളിതമായിട്ട് ആർക്കും ചെയ്യാവുന്ന അത്രയും ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്താനും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും. അപ്പൊ നാമജപത്തിന്റെ ശക്തി കൊണ്ട് മാത്രം ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് രത്നാകരൻ അർത്ഥം പോലും അറിയാതെ രാമരാമ ജപിച്ച് വാൽമീകിയായിട്ടുള്ള ഒരു ചരിത്രം മുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്രയും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആദിദൈവികമായിട്ടുള്ളൊരു തലത്തെ ശാസ്ത്രബുദ്ധിയാ വിചാരം ചെയ്തുകൊണ്ട് നമ്മുടെ ആന്തരികമായിട്ടും സാമാജികവുമായിട്ടുള്ള ഊർജത്തെ ക്രമപ്പെടുത്താനും ശക്തിപ്പെടുത്താനുമുള്ളൊരു ശ്രദ്ധ, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ആചാര്യന്മാരുടെയൊക്കെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും, ഇപ്പൊ സാമാന്യമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെ സൂക്ഷ്മമായിട്ടുള്ള വിചാരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പല തലങ്ങളുള്ളതാണ്. ഒരു ശാസ്ത്ര വിചാരത്തിന്റെ ഒരു തലത്തിലാണെന്ന് മാത്രം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് സമാജത്തെ ശക്തിപ്പെടുത്താൻ, നമ്മുടെ കുടുംബത്തെ ശക്തിപ്പെടുത്താൻ, നമ്മുടെ വ്യക്തിത്വത്തെ കൂടുതൽ ഉയർത്താൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവതയുടെയും ഗുരുപരമ്പരയുടെയും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സജ്ജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ നാഗ സന്യാസി പരമ്പരയുടെ എല്ലാ ആശിസ്സുകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സത്യ സനാതന ധർമ്മ കീ, സത്യ സനാതന ധർമ്മ കീ, സത്യ സനാതന ധർമ്മ കീ. നമ പാർവതീപതേ. ഓം ശാന്തി ശാന്തി ശാന്തി. സാധനാപന്ഥികളും